Yes, Devika, good morning. Okay, let us start. Okay, Aditya, good morning. Yes, let us start. Okay. Yes. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ടെൻസിനെ കുറിച്ച് നമുക്ക് ബാലൻസ് ഉള്ള കാര്യങ്ങൾ നോക്കാം. അപ്പൊ നമ്മളിപ്പോ 5 ടെൻസുകളെ കുറിച്ചാണ് നിലവിൽ നമ്മൾ പറഞ്ഞത്. സിമ്പിൾ പ്രസന്റ് മുതൽ പാസ്റ്റ് കണ്ടിന്യൂവസ് വരെയുള്ള ടെൻസുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് ഫ്യൂച്ചർ കണ്ടിന്യൂവസ് എന്ന് പറയുന്ന ഒരു ടെൻസിനെ കുറിച്ചാണ്. ഫ്യൂച്ചർ കണ്ടിന്യൂവസ്. അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്യൂച്ചർ കണ്ടിന്യൂവസ്. ഫ്യൂച്ചർ കണ്ടിന്യൂവസ് എന്ന് പറയുന്ന അതിന്റെ ആ ഒരു മീനിങ് വരുന്നത് ആയിരിക്കും എന്നുള്ള അർത്ഥത്തിലാണ് ഫ്യൂച്ചർ കണ്ടിന്യൂവസ് എന്ന് പറയുന്ന ടെൻസ് ഉപയോഗിക്കുന്നത്. ആയിരിക്കും എന്ന ഇംഗ്ലീഷിലുള്ളൊരു വേർഡ് ഏതാണെന്നറിയാമോ? ആയിരിക്കും എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ആ ഇംഗ്ലീഷ് വേർഡ് യെസ്, ആയിരിക്കും എന്നുള്ളതിന് ഇംഗ്ലീഷിൽ നമ്മൾ ഉപയോഗിക്കുന്ന വേർഡാണ് വിൽ ബി. വിൽ ബി. വിൽ ബി മീൻസ് ആയിരിക്കും. അപ്പോ ഇന്ന് നമ്മൾ പറയുന്നത് ഫ്യൂച്ചർ കണ്ടിന്യൂവസ് എന്ന് പറയുന്ന ടെൻസിന്റെ സ്ട്രക്ചറിനെ കുറിച്ചാണ്. ആദ്യം നമ്മൾ സബ്ജക്റ്റ് എഴുതുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഒന്നുകിൽ വില്ല് അല്ലെങ്കിൽ ഷാൽ, ഐദർ വിൽ ഓർ ഷാൽ. അത് കഴിഞ്ഞതിന് ശേഷം ബി, ബി ഇ ബി. അത് കഴിഞ്ഞതിന് ശേഷം വെർബ്, ആ വെർബിന്റെ കൂടെ ing. അപ്പൊ സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് ബി പ്ലസ് വെർബ് പ്ലസ് ing. ഇതിനെയാണ് ഫ്യൂച്ചർ കണ്ടിന്യൂവസ് എന്ന് പറയുന്നത്. സബ്ജക്റ്റ് പ്ലസ് will or shall plus be plus verb plus ing. That is called future continuous. Future continuous. Okay. അപ്പൊ നമുക്ക് വേണമെങ്കിൽ നോക്കാം എന്തായിരിക്കും അതിന്റെ പേരുടെ മീനിങ് നമുക്ക് നോക്കാം. ഓക്കെ, ഒരു സബ്ജക്റ്റ് പറയാണ് ഐ വിൽ ബി ഗോയിങ്. ഐ വിൽ ബി ഗോയിങ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ പോവുകയായിരിക്കും. യു വിൽ ബി കമ്മിങ്, നിങ്ങൾ വരികയായിരിക്കും. ഷീ വിൽ ബി ടീച്ചിങ്, അവൾ പഠിപ്പിക്കുകയായിരിക്കും. അപ്പൊ ആയിരിക്കും എന്നുള്ള മീനിങ് ആണ് എപ്പോഴും ഈ വിൽ ബി എന്ന് പറയുന്ന വേർഡിന് കിട്ടുന്നത്. വിൽ ബി. ഓക്കെ. അപ്പൊ നിങ്ങള് വിൽ ബി വരുന്ന 1-2 വാചകങ്ങൾ പറയും. സബ്ജക്റ്റ്, അത് കഴിഞ്ഞ ശേഷം വിൽ അല്ലെങ്കിൽ ഷാല്, പിന്നെ ബി, പിന്നെ വെർബ്, അതിന്റെ കൂടെ ഒരു ing. യെസ്, സബ്ജക്റ്റ്, വിൽ അല്ലെങ്കിൽ ഷാല്, പിന്നെ ബി, പിന്നെ വെർബ്, കൂടെ ഒരു ing.
യെസ് ദേവിക, ആദിത്യ. സബ്ജക്റ്റ് വിൽ അല്ലെങ്കിൽ ഷാല്, പിന്നെ ബി, പിന്നെ വെർബ് ing. സാറേ, പറയൂ. ഐ വിൽ ബി കുക്കിംഗ്. അത് എന്താണ് കുക്ക് ചെയ്യുന്നത് എന്നുള്ളത് പറയാം. ഐ വിൽ ബി കുക്കിംഗ് ബിരിയാണി. ബിരിയാണി. ഓക്കെ, കറക്റ്റ് ആണ്. ഐ വിൽ ബി കുക്കിംഗ് ബിരിയാണി. യെസ് ആദിത്യ. ഓക്കെ. പിന്നെ ഷീ വിൽ ബി ഡാൻസിങ്. ഷീ വിൽ ബി ഡാൻസിങ്. ഓക്കെ, പിന്നെ ഓക്കെ വെരി ഗുഡ്. പറഞ്ഞത് കറക്റ്റ് ആണ്. ഐ വിൽ ബി കുക്കിംഗ് ബിരിയാണി, ഷീ വിൽ ബി ഡാൻസിങ്, ദേ വിൽ ബി കമ്മിങ്. ഓക്കെ. ആദിത്യ പറയാമോ? സബ്ജക്റ്റ് വിൽ അല്ലെങ്കിൽ ഷാല്, ബി അതിന്റെ കൂടെ വെർബ്, പിന്നെ ing. സർ ഞാൻ ട്രൈ ചെയ്യാം. ഓക്കെ. ഷീ വിൽ ബി സ്റ്റഡിയിങ് ഫോർ ഹർ എക്സാംസ് എവറി ഡേ. ഓക്കെ. അപ്പൊ അതിനകത്ത് ഈ വിൽ ബി എന്ന് പറഞ്ഞ ഒരു കാര്യം മനസ്സിലുണ്ടായാൽ മതി. ഒരു മിനിറ്റ്. വിൽ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരിക്കും എന്നാണ്. അപ്പൊ ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യമാണ്. അപ്പൊ ടുമാറോ, നെക്സ്റ്റ് ഡേ, നെക്സ്റ്റ് വീക്ക് അങ്ങനെ വല്ല കേട്ടോ. ഷീ വിൽ ബി സ്റ്റഡിയിങ് ഫോർ കേട്ടോ. അത് ഭാവിയിൽ നടക്കുന്നതായിരുന്നു. ആയിരിക്കും, ഞാൻ പോവുകയായിരിക്കും, നാളെ ഞാൻ വരികയായിരിക്കും, മറ്റന്നാൾ അവൾ ചിന്തിക്കുകയായിരിക്കും എന്നൊക്കെ പറയും. അപ്പൊ ഭാവിയിൽ നടക്കുന്നത്. അപ്പൊ ടുമാറോ എന്ന് പറഞ്ഞ രീതിയിലായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഡേ, നെക്സ്റ്റ് മന്ത്, നെക്സ്റ്റ് ഇയർ, ആ രീതിയിലുള്ള കൊണ്ടുവരും. പറഞ്ഞു, ശരി, പറഞ്ഞോളൂ. They will be cleaning the house all afternoon. Yes, okay. ശരിയാണ്. It will be raining when we leave. It will be raining. Correct. She will be celebrating her birthday next Monday. Okay. Correct ആണ്. കഴിഞ്ഞു. Okay. Very good. ആർക്കെങ്കിലും സബ്ജക്റ്റ് വേണം, വിൽ അല്ലെങ്കിൽ ഷാൽ വേണം, അതിന്റെ കൂടെ ബി, പിന്നെ വെർബ്, കൂടെ ing. മനീഷ പറയാമോ? സബ്ജക്റ്റ് വിൽ അല്ലെങ്കിൽ ഷാല്, ബി, വെർബ്, ing. സ്മിത പറയാമോ? സബ്ജക്റ്റ് പ്ലസ് വില്ലോ ഷാൽ പ്ലസ് ബി പ്ലസ് വെർബ് പ്ലസ് ing. നമുക്കൊരു സബ്ജക്റ്റ് ചേർക്കുന്നു, വില്ല അല്ലെങ്കിൽ ഷാൽ ചേർക്കുന്നു, ബി ചേർക്കുന്നു, പിന്നെ അതിന്റെ കൂടെ ഒരു ing കൂടി ചേർത്ത് കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറുന്നു? അത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആയിട്ട് മാറുന്നു. പറഞ്ഞോളൂ. I will be visiting my friends next week. Correct ആണ്. I will be visiting my friends next week. Correct ആണ്. The baby will be playing the whole night. Okay. Correct ആണ്. She will be taking her dog for a walk. Correct. She will be taking her dog for a walk. Correct. And I will be writing the letter tomorrow. I will be writing a letter tomorrow. Yes, correct. I will be helping my mother to make breakfast. I will be helping my mother to prepare a breakfast. Okay. Okay. Very good. Okay, പറഞ്ഞതെല്ലാം കറക്റ്റ് ആണ് സ്മിത. വെരി ഗുഡ്. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞത് വിൽ ബി എന്ന് പറയുന്ന ഒരു യൂസിനെ കുറിച്ചാണ്. വിൽ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരിക്കും എന്നുള്ള അർത്ഥമാണ്. സബ്ജക്റ്റ് പ്ലസ് വില്ലോ ഷാൽ പ്ലസ് ബി പ്ലസ് വെർബ് പ്ലസ് ing. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു നെഗറ്റീവ് വാചകം എങ്ങനെ എഴുതുന്നത്. അപ്പൊ സാധാരണഗതിയിൽ നെഗറ്റീവ് വാചകം എഴുതുമ്പോൾ നമ്മൾ അതിന്റെ കൂടെ ഒരു നോട്ട് ചേർത്ത് കഴിഞ്ഞാൽ അതെന്തായി? അതൊരു നെഗറ്റീവ് വാചകമായിട്ട് മാറി. അതുപോലെ തന്നെയാണ് ഇവിടെയും ഒരു നോട്ട് ചേർത്ത് കഴിഞ്ഞാൽ അതൊരു നെഗറ്റീവ് വാചകമായിട്ട് മാറി. പക്ഷെ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നോട്ട് ചേർക്കുമ്പോൾ വില്ലിന്റെയും ബിയുടെയും നടുക്ക് അവിടെ ചേർക്കണം നോട്ട്. വിൽ ബി കഴിഞ്ഞിട്ട് നോട്ട് ചേർക്കരുത്. വില്ലിന്റെയും ബിയുടെയും
നടുക്കാണ് നോട്ട് ചേർക്കേണ്ടത്. അപ്പൊ എന്ത് വരും? നോട്ട് ചേർക്കുമ്പോൾ വിൽ നോട്ട് ബി, ഇതാണ് കറക്റ്റ്. വിൽ ബി നോട്ട് എന്നല്ല, വിൽ നോട്ട് ബി, ഇതാണ് കറക്റ്റ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം ദേ വിൽ നോട്ട് ബി പ്ലേയിങ് ക്രിക്കറ്റ് ടുമാറോ. They will not be playing cricket tomorrow. It will not be raining. It will not be raining. Not ചേർക്കുമ്പോൾ വില്ലിന്റെയും ബിയുടെയും നടുക്ക് ചേർക്കുക. ആ ഒരു കാര്യം മാത്രം എപ്പോഴും ശ്രദ്ധിക്കുക. സെൻട്രൽ ആയിരിക്കും നോട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത വേണമെങ്കിൽ പറയാം ഷീ വിൽ നോട്ട് ബി ഡാൻസിങ്. They will not be teaching. He will not be using it. അപ്പൊ അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? വില്ലിന്റെയും ബിയുടെയും നടുക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നോട്ട് ചെയ്യുന്നത്. ഓക്കെ, ദേവിക അങ്ങനെ 2-3 ഭാഷകൾ പറയാൻ പറ്റുമെന്ന് നോക്കി. ഓരോരുത്തർക്കും വില്ലിന്റെയും ബിയുടെയും നടുക്ക് നോട്ട് ചേർത്തുകൊണ്ടുള്ള യെസ്. I will not be cooking today. I will not be cooking today. Okay, okay. I will not be cleaning today. I will not be cleaning the room today. Okay, okay. And they will not be playing tomorrow. They will not be playing tomorrow. Very good, very good. Correct. She will not be going temple today. She will not be going to temple today. Correct. He will not be going gym today. Going gym. Okay, okay. Going to gym. Okay, will not be going to gym. Okay, okay. There we go. Correct. Okay, sir. Okay, very good, very good, very good. പറഞ്ഞതെല്ലാം correct ആണ്. Okay, ആദിത്യ പറയാൻ പറ്റും. Will not be ആയിരിക്കും. വില്ലിന്റെയും ബിയുടെയും നടുക്കാണ് നോട്ട് വരേണ്ടത്. I will not be watching TV tonight. I will not be watching TV today. She won't be cooking dinner this evening. She won't be cooking. Will not എന്നുള്ളത് won't എന്ന് പറയട്ടെ. കറക്റ്റ് ആണ്. Won't be cooking. Okay, correct ആണ്. We will not be going on vacation this year. Okay, okay. Will not be going for vacation this year. Okay. Okay, okay. Very good, very good. പറഞ്ഞതെല്ലാം കറക്റ്റ് ആണ്. Okay, okay, okay. മനീഷ പറയാമോ? വില്ലിന്റെയും ബിയുടെയും നടുക്ക് ഒരു നോട്ട് ചേർത്തുകൊണ്ടുള്ള കുറച്ച് വാചകങ്ങൾ. വില്ലിന്റെയും ബിയുടെയും നടുക്ക് നോട്ട് വരുന്ന വാചകങ്ങൾ. യെസ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. നമ്മളിവിടെ സൂചിപ്പിച്ചത് വിൽ നോട്ട് ബി ആയിരിക്കും എന്ന് പറയുമ്പോൾ വിൽ നോട്ട് ബി എന്ന് പറയുമ്പോൾ ആയിരിക്കില്ല. വിൽ നോട്ട് ബി. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇതിന്റെ തന്നെ ക്വസ്റ്റ്യൻ ആയിട്ടുള്ള വാചകങ്ങൾ. ക്വസ്റ്റ്യൻ ആയിട്ട് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിന്റെ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ ചോദിക്കാമെന്നുള്ളത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വില്ലെടുത്ത് അല്ലെങ്കിൽ ഷാലെടുത്ത് ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ചോദ്യമായിട്ട് മാറി. വിൽ യു ബി ഗോയിങ്, നീ പോവുകയായിരിക്കുമോ? വിൽ യു ബി ഗോയിങ്. വിൽ ഷീ ബി ഡാൻസിങ്, അവൾ നൃത്തം ചെയ്യുകയായിരിക്കുമോ? വിൽ ദേ ബി വാച്ചിങ് ഇറ്റ്, അവരിത് നിരീക്ഷിക്കുകയായിരിക്കുമോ? വിൽ ദേ ബി ടീച്ചിങ് ഗ്രാമർ, അവർ ഗ്രാമർ പഠിപ്പിക്കുകയായിരിക്കുമോ? വിൽ ഷീ ബി സ്റ്റഡിയിങ് ഗ്രാമർ, അവൾ ഗ്രാമർ പഠിക്കുകയായിരിക്കുമോ? ഇതേപോലെ ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് ആ വിൽ ബി എന്നുള്ളതിന്റെ വില്ല് മാത്രം ആദ്യം പറയും. വിൽ ബി ഫുള്ള് പറയണ്ട, വില്ല് മാത്രം പറയും. വില്ല് കഴിഞ്ഞാൽ പിന്നെ സബ്ജക്റ്റ് പറഞ്ഞാൽ മതി. വിൽ യു ബി, വിൽ യു ബി ഡാൻസിങ്, വിൽ യു ബി ജമ്പിങ്, വിൽ യു ബി ക്ലീനിങ്, വിൽ യു ബി ഗോയിങ്. അപ്പം ചോദ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വിൽ ആദ്യം ചേർത്ത് കഴിയുമ്പോൾ ദാറ്റ് ടേൺ ഇറ്റ് ടു എ ക്വസ്റ്റ്യൻ. അതെന്തായിട്ട് മാറുന്നു? അതൊരു
ചോദ്യമായിട്ട് മാറുന്നു. ഓക്കെ ദേവിക, അങ്ങനെ പറയാൻ പറ്റും നോക്കി. വിൽ ആദ്യം വരുന്ന രീതിയിൽ will you be going temple? കറക്റ്റ് ആണ്. വിൽ യു ബി ഗോയിങ് കറക്റ്റ് ആണ്. യെസ് 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 കറക്റ്റ്. Will they be teaching dancing? Will they be teaching dancing? Oh, okay, correct. Yes. Will she be teaching cooking? Will she be teaching cooking? Correct. Okay, sir. Okay. Yes. പിന്നെ ആദിത്യ പറയാൻ പറ്റുമോ നോക്കി. Will ആദ്യം വരുന്ന സീസ്. Will you be joining the online class? Will you correct? Will you be joining the online class? Okay. Yes. Will you be cooking dinner when I arrive? Will you be cooking dinner? Okay. Will you be working late tomorrow? Will you be working tomorrow? ശരി. Will you be dancing at the wedding party? Yes. Will you be dancing at the wedding party? That's correct. Very good. Kind. Okay. Very good. Okay. അപ്പോൾ നമ്മൾ ഫ്യൂച്ചർ കണ്ടിന്യൂസ് എന്ന് പറയുന്ന ടെൻസ് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഫ്യൂച്ചർ കണ്ടിന്യൂസ് എന്ന് പറയുന്ന ടെൻസിൽ നമ്മൾ പറഞ്ഞത് സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് ബി പ്ലസ് വെർബ് പ്ലസ് ing. സബ്ജക്റ്റ് എഴുതുന്നു, വിൽ അല്ലെങ്കിൽ ഷാൽ എഴുതുന്നു, അത് കഴിഞ്ഞതിന് ശേഷം ബി ചേർക്കുന്നു, പിന്നെ വെർബ് എഴുതുന്നു, ആ വെർബിന്റെ കൂടെ ing ചേർക്കുന്നു. നെഗറ്റീവ് അതിനെ നമ്മൾ പറയുമ്പോൾ വില്ലിന്റെയും ബിയുടെയും നടുവിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നോട്ട് ചേർത്ത് അത് നെഗറ്റീവ് ആക്കുന്നു. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന്റെ ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യുമ്പോൾ വിൽ എന്നുള്ളത് ആദ്യം പറയുമ്പോൾ അത് ചോദ്യമായിട്ട് മാറും. അപ്പൊ ഇതുൾപ്പെടെ നമ്മളിപ്പോൾ 6 ടെൻസുകളെ കുറിച്ചാണ് സൂചിപ്പിച്ചത്. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പിന്നെ ഇന്ന് നമ്മൾ നോക്കിയ ഫ്യൂച്ചർ കണ്ടിന്യൂസ്. ഒന്ന് നമ്മൾ ജസ്റ്റ് അങ്ങനെ പറയുകയാണ്. സിമ്പിൾ പ്രസന്റ് സബ്ജക്റ്റ് വെർബിന്റെ പ്രസന്റ് ടെൻസ്, സിമ്പിൾ പാസ്റ്റ് സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പാസ്റ്റ് ടെൻസ്, സിമ്പിൾ ഫ്യൂച്ചർ സബ്ജക്റ്റ് വിൽ അല്ലെങ്കിൽ ഷാല് വെർബിന്റെ പ്രസന്റ് ടെൻസ്, പ്രസന്റ് കണ്ടിന്യൂസ് സബ്ജക്റ്റ് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് വെർബ് പ്ലസ് ing, പാസ്റ്റ് കണ്ടിന്യൂസ് സബ്ജക്റ്റ് പ്ലസ് വാസ് അല്ലെങ്കിൽ വേറെ വെർബ് പ്ലസ് ing, ഫ്യൂച്ചർ കണ്ടിന്യൂസ് സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് ബി പ്ലസ് വെർബ് പ്ലസ് ing. ഇതാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ്. ഇങ്ങനെയുള്ള 6 ടെൻസുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് അടുത്തൊരു ടെൻസ് ഉണ്ട്, നമുക്ക് അടുത്ത ദിവസം നോക്കാം. അപ്പൊ ഞാൻ വേറൊരു കാര്യം ചോദിക്കുകയാണ്. ദേവിക, ഓക്കെ ദേവിക റോട്ടിലൂടെ നടന്നു പോവുകയെന്ന് വിചാരിക്കും, കുട്ടികളായിട്ട് നടന്നു പോവുകയാണ്. അപ്പൊ ഇനി ഞാൻ പറയുന്ന സംഗതികൾക്ക് ഏറ്റവും കുറഞ്ഞ വാക്കിൽ എങ്ങനെ പറയാം, ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. യെസ്, കുട്ടികള് ഓടി പോവുകയാണ്. അപ്പൊ അവരോട് പറയുകയാണ് ഓട്ടം നിർത്തുക എന്ന് പറയുക. എങ്ങനെ പറയാം ഇംഗ്ലീഷ്? ഓട്ടം നിർത്തുക. Children no running. Children no running. Aditya? Children please stop run. Children please stop the run. Smita? Yes. For you, Smita? Please stop running. Please stop running. അതായത് നമ്മൾ ചുരുങ്ങിയ വാക്കിൽ പറയാം. നമ്മൾ കുട്ടികളോടല്ല പറയുന്നത്, അപ്പൊ പിന്നെ ചിൽഡ്രനെ വിളിക്കണ്ട. അപ്പൊ അവിടെ നമ്മുടെ എഴുതുന്നുണ്ട്. അപ്പൊ പറയാം സ്റ്റോപ്പ് റണ്ണിങ്. ഓട്ടുന്നത് സ്റ്റോപ്പ് റണ്ണിങ്. അപരം നോക്കുക എന്ന് പറയുമ്പോ ഏറ്റവും ചുരുക്കി നമുക്ക് എന്ത് പറയാം? സ്റ്റോപ്പ് റണ്ണിങ്. കേട്ടോ, സ്റ്റോപ്പ് റണ്ണിങ്. യെസ്, വീണ്ടും ദേവിക മുന്നോട്ട് പോവുകയാണ്. അപ്പോ ദേവികയുടെ മകൻ അല്ലെങ്കിൽ മകള് എതിരെ വന്ന് ദേവികയുടെ കൂട്ടുകാരിയോട് ഒന്ന് തല്ലുകയോ മുട്ടുകയോ ചെയ്തു. അപ്പോ ദേവിക മകളോട് പറയുന്ന സംഗതിയാണ് മാപ്പ് പറയും. അതൊന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു.
ചുരുക്കി പറയണം നോക്കട്ടെ. ചുരുക്കി പറയണം. അത് മോളോട് പറയണം. മാപ്പ് പറയും. ഇത് പറയില്ലേ? യെസ്. എത്തിക്കോട്ടെ ദേവിക, പറഞ്ഞോളൂ. എത്തിക്കോട്ടെ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ സ്റ്റോപ്പ് റണ്ണിങ്, ഓട്ടം നിർത്തും. വീട്ടിന്റെ അകത്ത് തന്നെ അടിക്കുക എന്നുള്ള ഇംഗ്ലീഷ് ബീറ്റ് ബീറ്റ് അതൊന്നും നമുക്ക് പോണ്ട. അത് നമ്മൾ ഇൻസിഡന്റ് പറഞ്ഞാണ്. മാപ്പ് പറയുമെന്ന് മാത്രം പറഞ്ഞാൽ മതി. മകളോട് പറയാണ് മാപ്പ് പറയും. ഇപ്പൊ നമ്മുടെ വീട്ടില് സേ സോറി. ഓക്കെ ഓക്കെ ഓക്കെ, അത് കറക്റ്റ് ആണ്. കറക്റ്റ് ആണ്. സേ സോറി എന്ന് പറഞ്ഞത് കറക്റ്റ് ആണ്. അപ്പൊ നമുക്ക് പറയാം സേ സോറി. അപ്പൊ അത് തന്നെ നിങ്ങൾ വീട്ടില് കുട്ടികൾ ഓടി കളിക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ നിർത്തുന്നത് സ്റ്റോപ്പ് റണ്ണിങ് എന്ന് പറഞ്ഞാൽ മതി. അതുപോലെ എന്തെങ്കിലും വീട്ടില് കുട്ടികൾ എന്തെങ്കിലും വികൃതി കാണിച്ചു കഴിഞ്ഞാൽ അവരോട് പറയും മാപ്പ് പറയും. അച്ചാമ്മയോട് അപ്പാപ്പനോട് മാപ്പ് പറയുന്നത് സേ സോറി. സേ സോറി. കറക്റ്റ് ആൻസർ. വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. അപ്പോ കുറച്ച് കൂട്ടുകാരൊക്കെ ആയിട്ട് അവിടെ ദേവിക നിൽക്കുമ്പോൾ ആ കൂട്ടുകാരോട് ദേവിക പറയുകയാണ്, അല്ലെങ്കിൽ കുടുംബശ്രീയിലെ സുഹൃത്തുക്കൾ പെൺകുട്ടികളോട് കൂടെയുള്ള കുടുംബശ്രീ വനിതകളോട് പറയുകയാണ് സത്യസന്ധത പുലർത്തുക. ഇതാണ് പറയുന്നത്. വേറൊന്നും പറയും, സത്യസന്ധത പുലർത്തുക. സത്യസന്ധത പുലർത്തുക എന്ന് പറയുമ്പോൾ നമ്മൾ വരും ഓട്ടം നിർത്തുക, മാപ്പ് പറയുക. അതുപോലെ നമ്മൾ പറയുന്നു സത്യസന്ധത പുലർത്തുക. ഓക്കെ. സ്മിതക്ക് പറയാമോ? സ്മിത, സത്യസന്ധത പുലർത്തുക. യെസ്. ഇപ്പൊ നമുക്ക് പറയാം സത്യസന്ധത. അതായത് നമ്മൾ ഈസ് എ ഓണസ്റ്റ് മാൻ, അല്ലെങ്കിൽ ഷീസ് ഓണസ്റ്റ് ലേഡി എന്നൊക്കെ അവർ പറയാം. ഓണസ്റ്റ് ആണ്, HONEST, ഓണസ്റ്റ്. അപ്പൊ നമുക്ക് പറയാം ബി ഓണസ്റ്റ്. ബി ഓണസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സത്യസന്ധത പുലർത്തുക. ബി ഓണസ്റ്റ്. ഓക്കെ, ബി ഓണസ്റ്റ്. ഓക്കെ ഓക്കെ ഓക്കെ, ബി ഓണസ്റ്റ്. ബി ഓണസ്റ്റ്. അപ്പൊ ആദിത്യ, സത്യസന്ധത പുലർത്തുക എന്നുള്ള പേരാണ് ഞങ്ങൾ ഇവിടെ നോക്കിയത്. അതിന്റെ ഇംഗ്ലീഷ് പറയാമോ? ആദ്യത്തെ കേട്ടിട്ടുണ്ടാവാൻ വഴിയില്ല, കാരണം എന്താ വെച്ചാൽ ഞങ്ങളോട് പറഞ്ഞു കഴിയും. അപ്പൊ പിന്നെ പറഞ്ഞൊരു കാര്യമില്ല. യെസ്, ബി ഓണസ്റ്റ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. ഇനി ഒരു മീറ്റിംഗ് ആണ് ദേവികയുടെ വിളിച്ചിരുന്നത്. 5 പേരോടാണ് മീറ്റിംഗിന് വരാനായിട്ട് പറഞ്ഞത്. 4 പേര് കറക്റ്റ് സമയത്ത് വന്നു. 5ാമത്തെ ആള് അരമണിക്കൂർ വൈകി എത്തി. അപ്പൊ ആ വൈകി എത്തിയ ആളോട് അയാളുടെ മുഖത്ത് നോക്കിയിട്ട് ദേവിക പറയാണ് കൃത്യസമയത്ത് എത്തുക. ഇനിയും മീറ്റിംഗ് വിളിക്കാനുണ്ട്. അപ്പൊ അയാളോട് പറയാണ് കൃത്യസമയത്ത് എത്തുക. പഞ്ച്വാലിറ്റി. യെസ്. ഇത് നമുക്ക് ഒന്ന് അവർക്ക് വേറെ രീതിയിൽ പറയാനുണ്ടാവും. നമുക്കൊന്ന് നോക്കാം. സ്മിതക്ക് എന്താ പറയാനുള്ളത്? കൃത്യസമയത്ത് എത്തുക. Reach on correct time. Reach on correct time. Okay, okay, okay. ആദിത്യ, Be punctual. Be punctual. Okay, okay, okay. Okay, okay. Be punctual പറയാം. അതില് പിന്നെ സ്മിത പറഞ്ഞ ഓൺ ടൈം നല്ല വേർഡാണ്. ദേവിക പറഞ്ഞത് കുഴപ്പമില്ല. നമുക്ക് കുറച്ചുകൂടി ഒന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ കൃത്യസമയം എന്നുള്ളതിന് ഓൺ ടൈം എന്നാണ് പറയാം. ഒരാള് 5 മണിക്ക് മീറ്റിംഗ് കറക്റ്റ് 5 മണിക്ക് വരുമ്പോൾ നമ്മൾ വായിച്ചു ഓൺ ടൈം ആണല്ല. ഓൺ ടൈം, ഓൺ ടൈം. അപ്പൊ നമുക്ക് പറയാം മുമ്പിൽ ഒരു ബി ചേർത്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയി. ബി ഓൺ ടൈം. ബി മീൻസ് ആയിരിക്കുക എന്ന് അർത്ഥമാണ്. ബി ഓൺ ടൈം, കറക്റ്റ് സമയത്ത് വരിക. ബി ഓൺ ടൈം. അപ്പൊ ഞാൻ ദേവിയോട് ചോദിച്ചതൊക്കെ പറയാം. ഓട്ടം നിർത്തുക എന്നുള്ളതിന് നമ്മൾ സ്റ്റോപ്പ് റണ്ണിങ് പറഞ്ഞു. മാപ്പ് പറയുക എന്നുള്ളതിന് സേ സോറി എന്ന് പറഞ്ഞു. സത്യസന്ധത പുലർത്തുക എന്നുള്ളതിന് ബി ഓണസ്റ്റ് എന്ന് പറഞ്ഞു. കൃത്യസമയത്ത് എത്തുക എന്നുള്ളതിന് ബി ഓൺ ടൈം എന്ന് പറഞ്ഞു. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി ആരാണ്? സ്മിത. സ്മിത, Sir. ഓക്കെ. അപ്പോ
ഈ 5 പേര് തന്നെ നിങ്ങൾ പൊക്കോട്ടെ. അപ്പൊ ഈ 5 പേരില് ഒരാളുടെ സംസാരം സ്മിതക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ലെന്ന് വിചാരിക്കും. അപ്പൊ ആ സംസാരം ഇഷ്ടപ്പെടാത്ത ആരാണോ അങ്ങനെ മോശമായിട്ട് പറഞ്ഞത് അയാളോട് സ്മിത പറയാണ് മര്യാദ പാലിക്കുക. ഞാൻ ഈ പറഞ്ഞ പോലെ അല്ല, സ്നേഹത്തോടു കൂടി പറയുന്നു, മര്യാദ പാലിക്കുക. Behave yourself. ബിഹേവ് യുവേഴ്സെൽഫ്. അത് ദേവിക പറഞ്ഞു. ഓക്കെ, സ്മിതയുടെ അഭിപ്രായം പറഞ്ഞോളൂ. അറിയാവുന്ന പോലെ പറഞ്ഞു. നമ്മൾ മര്യാദ പാലിക്കുക. അയാളുടെ ഡീല് സ്മിതക്കത്തെ പിടിച്ചില്ല ഒരാളാണ്. അപ്പൊ അയാളെ പിടിച്ച് മാറ്റി നിർത്തി പറയുന്നു മര്യാദ പാലിക്കുക. യെസ്. ഓക്കെ, ആദിത്യ പറഞ്ഞു നോക്കി. മര്യാദ പാലിക്കുക. Be polite to everyone. ഓക്കെ ഓക്കെ, ഒന്ന് പതർച്ചയായി ക്ലാരിറ്റി കുറവ് വന്നു. Be polite to everyone. ഓക്കെ ഓക്കെ. ടു എവരിവൺ വേണ്ട, ബി പൊളൈറ്റ്. നമ്മൾ ചില വാക്കുകൾ പരമാവധി ചുരുക്കി കറക്റ്റ് ആയിട്ട് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഞാൻ ഇതിനുമ്പ് പറഞ്ഞിട്ടുണ്ടാവും, അത് ക്ഷമിക്കുക. ഇപ്പൊ ഞാനിപ്പോ ഒരു ഗ്ലാസ് വെള്ളം തരൂ എന്ന് സ്മിതയോട് ചോദിച്ചു. സ്മിത ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവന്നു. അപ്പൊ ഞാൻ പറയുന്നു താങ്ക്സ് എന്ന് പറയുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അതിനകത്ത് സബ്ജക്റ്റ് വെറുതെ ഒരു വീട് മാത്രമുള്ളൂ താങ്ക്സ്. കറക്റ്റ് അത് പറയണമെങ്കിൽ ഐ ഗീവ് യു താങ്ക്സ്, ഇത്രയും മതി. ഐ ഗീവ് യു എന്നുള്ളത് അണ്ടർസ്റ്റുഡ് ആണ്, അതായിട്ട് കൂടെ ഉണ്ട്. അപ്പൊ സ്മിതയോട് വെള്ളം കൊണ്ടുവരുമ്പോൾ താങ്ക്സ് എന്ന് പറയുമ്പോൾ സ്മിതക്കറിയാം സ്മിതയോടാണ് പറഞ്ഞത്, സ്മിതക്കറിയാം. യെസ്. അപ്പൊ എനിക്കറിയാം ഞാനത് പറഞ്ഞത് അരികത്ത് നിൽക്കുന്നത് വേറെ ആളോടല്ല, സ്മിതയോടാണ്. അപ്പൊ ശരിക്കും പറയുമ്പോൾ ഐ ഗീവ് യു താങ്ക്സ്. അപ്പൊ ഇവിടെ ആദ്യത്തെ പറഞ്ഞത് കറക്റ്റ് ആണ്. മര്യാദ പാലിക്കുക. ബി പൊളൈറ്റ്. പൊളൈറ്റ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മര്യാദ. ബി പൊളൈറ്റ്, മര്യാദ പാലിക്കുക. ഓക്കെ, ബി പൊളൈറ്റ് ആണ്. ഓക്കെ സ്മിത. യെസ്. അടുത്തത് സിമ്പിൾ ആണ്. എല്ലാവരും കൂടി ഒച്ചയുണ്ടാക്കിയാണ്. അപ്പൊ സ്മിത തന്നെ പറഞ്ഞാൽ മതി. അപ്പൊ എല്ലാവരും കൂടി ഒച്ചയുണ്ടാക്കി കഴിയുമ്പോ ആ കുട്ടികളോട് എല്ലാവരോടുമായിട്ട് സ്മിത പറയുകയാണ് മിണ്ടാതിരിക്കുക. ഇത് നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും, ക്ലാസ് മുറികളിലും അവരോടൊക്കെ കേട്ടിട്ടുണ്ടാവും. മിണ്ടാതിരിക്കാൻ നമ്മൾ ടീച്ചർമാരെ എപ്പോഴും ഉപയോഗിച്ചിട്ടുള്ള ഒരു സംഗതി ആയിരിക്കും ചെറിയ ക്ലാസ്സിൽ. മിണ്ടാതിരിക്കുക. Discipline. Keep discipline. Keep discipline. Okay. Aditya. Be quiet. Be polite. എന്താണ് ഉദ്ദേശിച്ചത്? Quiet. Be quiet. Be quiet. അല്ലേ? ഓക്കെ 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 ഓക്കെ. ദേവിക എന്താ പറഞ്ഞത്? Silence, please. Silence please. ഓക്കെ ഓക്കെ ഓക്കെ. Silence please എന്ന് പറയാം. Be quiet എന്ന് പറയാം. അല്ലെങ്കിൽ keep quiet എന്ന് പറയാം. Keep quiet. ഇത് കറക്റ്റ് ആണ് കേട്ടോ. അപ്പൊ അത് കുറച്ച് ചെറിയ വാക്കാണ്, പെട്ടെന്ന്. കീപ് ക്വയറ്റ്, കീപ് സൈലൻസ്. ഓക്കെ, പറയാം. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഇനി സ്മിതയോട് തന്നെ അടുത്ത ഒരു സംഗതി ചോദിക്കുകയാണ്. സ്മിതയുടെ വീട്ടില് ഒരു അപ്പുറത്തെ വീട്ടിലെ അയൽവാസിയായ ഒരു കുട്ടി വരെയാണ്. അപ്പൊ എന്തോ ഒരു നല്ലൊരു സംഗതി അവിടെ സ്മിതയുടെ വീട്ടിലിരിക്കുന്നത് ആ ചെറിയ കുട്ടി ഇങ്ങനെ നോക്കി. അപ്പൊ അവന്റെ ആ നോട്ടം കണ്ടു കഴിഞ്ഞപ്പോ സ്മിതക്ക് മനസ്സിലായി അവനത് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. അപ്പൊ സ്മിത ആ കൊച്ചിനോട് പറയുന്നു എടുത്തോളൂ, എടുത്തോളൂ എന്ന് പറയാം. ഓക്കെ, അവിടെ നിൽക്കട്ടെ. ദേവിക എന്ന് പറയുന്നു Take this. ടേക്ക് ദിസ്. ആദിത്യ എന്ന് പറയുന്നു Take it. ടേക്ക് ഇറ്റ്. ഇത് കറക്റ്റ് ആണ്. എല്ലാവരും പറഞ്ഞു, 3 പേരും പറഞ്ഞ കറക്റ്റ് ആണ്. ടേക്ക് ദിസ് അല്ലെങ്കിൽ ടേക്ക് ഇറ്റ്, എടുത്തോളൂ. ടേക്ക് ഇറ്റ്. യു മേ ടേക്ക് ഇറ്റ് എന്നുള്ളതാണ് മുഴുവനും. അത്ര അണ്ടർസ്റ്റുഡ് ആണ്. യു മേ ടേക്ക് ഇറ്റ്. ഓക്കെ 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 ഓക്കെ. യെസ്. ഇനി സ്മിത ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓടി നടക്കുന്ന കുട്ടികളോട് പറയുകയാണ് നിശബ്ദമായിട്ട് ഇരിക്കുക, നിശബ്ദമായിട്ട് ഇരിക്കുക. നേരത്തെ നിശബ്ദത പാലിക്കുക എന്നാണ്, ഇതിനകത്ത് ഇരിക്കുക എന്ന് പറഞ്ഞൊരു വഴി കൂടി വന്നിട്ടുണ്ട്. നേരത്തെ
പാലിക്കുക. അതുപോലെ ഇപ്പൊ നമ്മൾ കീപ് ക്വയറ്റ്, കീപ് സൈലൻസ് അങ്ങനെയൊക്കെ പറഞ്ഞു. ഇപ്പൊ നിശബ്ദമായിട്ട് ഇരിക്കുക എന്നായി. Keep discipline. കീപ് ഡിസിപ്ലിൻ. ഓക്കെ ഓക്കെ, അവിടെ നിൽക്കട്ടെ സ്മിത. ദേവിക പറഞ്ഞു നോക്കി. നിശബ്ദമായിട്ട് ഇരിക്കുക. ഇരിക്കുക എന്നുള്ള വേണം കൂടി അത് വേണം കേട്ടോ. Keep silent, sit. കീപ് സൈലൻസ് ആൻഡ് സിറ്റ്. ഓക്കെ ഓക്കെ, അത് നിൽക്കട്ടെ. ആദിത്യ, ഓരോരുത്തരുടെ അഭിപ്രായം നമുക്കില്ല. Sit silently. സിറ്റ് സൈലന്റ്. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മൾ സാധാരണഗതിയിൽ പറയാറുള്ളത് ക്ലാസ്സിൽ സ്റ്റാൻഡ് അപ്പ് ആൻഡ് സിറ്റ് ഡൗൺ അല്ലേ? അപ്പൊ സിറ്റ് ഡൗൺ ഇരിക്കുക, നിശബ്ദമായി. അപ്പോൾ നമുക്ക് പറയാം ക്വയറ്റ്ലി. സിറ്റ് ഡൗൺ ക്വയറ്റ്ലി. ഓക്കെ ഓക്കെ, സിറ്റ് ഡൗൺ ക്വയറ്റ്ലി. യെസ്. ഓക്കെ, ഇനി ഒരു ചോദ്യം കൂടി സ്മിതനോട് ചോദിച്ചിട്ട് ദേവികയിലോട്ട് വരാം. അല്ല, ദേവികയിലോട്ടല്ല, ആദിത്യയിലോട്ട് വരാം. ഓക്കെ, അതൊക്കെ വേണ്ട. അപ്പൊ സ്മിതന കുറച്ചു നേരമായി സ്മിത ഇങ്ങനെ വിഷമിക്കുക അല്ലേ? ഓക്കെ സ്മിത. അപ്പൊ ആദിത്യ Yes, sir. ഓക്കെ, അപ്പൊ ആദിത്യ കുട്ടികളുമായിട്ട് കടപ്പുറത്ത് പോവുകയാണ്. അപ്പോ കുട്ടികൾ ഇങ്ങനെ ഓടിപ്പോയപ്പോ ആ കുട്ടികളോട് പറയുകയാണ് എന്റെ കൈ പിടിക്കുക. എന്റെ കൈ ഓടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിട്ട് പറയാണ് എന്റെ കൈ പിടിക്കുക. എങ്ങനെ പറയും ഇംഗ്ലീഷ്? Hold my hands. ഹോൾഡ് മൈ ഹാൻഡ്സ്. ഓക്കെ, അവിടെ നിൽക്കട്ടെ. ദേവിക എന്ന് പറയും? ഓടിപ്പോകുന്ന കുട്ടികളോട് പറയുന്നത് നമ്മൾ പറയല്ലേ, എടാ എന്റെ കൈ പിടിച്ച് എന്ന് പറയല്ലേ? അത് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നു എന്റെ കൈ പിടിക്കുക. Hold my hand. ഹോൾഡ് മൈ ഹാൻഡ്. സ്മിത എന്ന് പറയുന്നു? Same, sir. Hold my hand. ഓക്കെ ഓക്കെ. അപ്പൊ ആദിത്യ ഹാൻഡ്സ് എന്നുള്ളത് ഹാൻഡ് എന്ന് വയ്ക്കാം കേട്ടോ. ബാക്കിയൊക്കെ കറക്റ്റ് ആണ്, പറഞ്ഞതെല്ലാം കറക്റ്റ് ആണ്. ഹോൾഡ് മൈ ഹാൻഡ്, എടാ എന്റെ കൈ പിടിക്കുക. ഹോൾഡ് മൈ ഹാൻഡ്. ഓക്കെ 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 ഓക്കെ, യെസ്. അപ്പോ വീണ്ടും ആദിത്യ ഒരു മീറ്റിംഗിൽ പങ്കെടുത്തു. മീറ്റിംഗ് വിളിച്ചു. മീറ്റിംഗിൽ എല്ലാവരും വന്നു. പക്ഷെ പരിപാടി നടന്നില്ല. എന്തെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് ആ പരിപാടി വിചാരിച്ച പരിപാടി നടന്നില്ല. അപ്പോൾ മീറ്റിംഗിൽ പങ്കെടുത്ത ആദിത്യ ഉൾപ്പെടെയുള്ള 5 പേര് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് ആദിത്യ അവരോട് പറയുകയാണ് വീണ്ടും എന്ത്? വീണ്ടും എന്ത്? ഇനി എന്തെന്നുള്ള അർത്ഥത്തിൽ വീണ്ടും എന്ത് എന്ന് ചോദിക്കാം. Now what? Then what? Then what? ഓക്കെ, അവിടെ നിന്ന് കിട്ടേണ്ട ആദിത്യ. ദേവിക, വീണ്ടും എന്ത്? Again what? Again what? ഓക്കെ ഓക്കെ, അവിടെ നിന്ന് കിട്ടെ. സ്മിത, വീണ്ടും എന്ത്? What is next? What is next? ഓക്കെ, അപ്പൊ എല്ലാം പറഞ്ഞത് കറക്റ്റ് ആണ്. അപ്പൊ നമുക്ക് കുറച്ചുകൂടി നേരത്തെ ദേവിക പറഞ്ഞതുപോലെ എഗെയിൻ വാട്ട് എന്നുള്ളത് വാട്ട് അഗെയിൻ, അത് കുറച്ചുകൂടി വാട്ട് അഗെയിൻ. ഓക്കെ, വാട്ട് അഗെയിൻ. യെസ്. വാട്ട് നെക്സ്റ്റ്? വാട്ട് നെക്സ്റ്റ്? ഓക്കെ 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 ഓക്കെ, യെസ്. അപ്പോ ആ മീറ്റിംഗിൽ പങ്കെടുത്ത കുറച്ച് പേരോട് ദേവിക പറയുകയാണ്, വീടിന്റെ അകത്താണ് മീറ്റിംഗ്. അപ്പൊ താഴെ ചെറിയ ബുദ്ധിമുട്ട് വന്നപ്പോ കുറച്ച് പേരോട് ദേവിക പറയുകയാണ് മുകളിലേക്ക് പോകുക. മുകളിലേക്ക് പോകുക. യെസ്. Going up. Upstairs. ദേവിക പറയുന്നു ഗോയിങ് അപ്സ്റ്റെയർ. ആദിത്യ എന്ത് പറയുന്നു? Go upstairs. ഗോ അപ്സ്റ്റെയർസ്. സ്മിത എന്ത് പറയുന്നു? Go to upstairs. ഓക്കെ ഓക്കെ, അപ്പൊ ദേവിക ഗോയിങ് വേണ്ട, ഗോ അപ്സ്റ്റെയർ മതി. ഗോ അപ്സ്റ്റെയർ. ഗോയിങ് വേണ്ട, ഗോ അപ്സ്റ്റെയർ. ഗോ അപ്സ്റ്റെയർ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. അപ്പൊ മീറ്റിംഗ് മുകളിൽ ആരംഭിച്ചു. മുകളിൽ ആരംഭിച്ചു കഴിഞ്ഞപ്പോ ഒരു ആള് മാത്രം വേറെ വശത്തേക്ക് ജനലിലൂടെ പുറത്തേക്ക് നോക്കിയത്.
ആ ജനലിലൂടെ പുറത്തേക്ക് നോക്കുന്ന ആളിനോട് ആദിത്യ പറയുകയാണ്, ഇവിടെ നോക്കൂ, ഇവിടെ നോക്കൂ. Look here. ലുക്ക് ഹിയർ അല്ലേ? ഓക്കെ, ദേവിക എന്ന് പറയുന്നു Same, sir. Look here. ലുക്ക് ഹിയർ. സ്മിത എന്ന് പറയുന്നു Same, sir. Look here. സെയിം തന്നെ അല്ലേ? കറക്റ്റ് ആൻസർ ആണ് ലുക്ക് ഹിയർ. വെരി ഗുഡ്, വെരി ഗുഡ്, കറക്റ്റ് ആണ്. അത് തന്നെയാണ് അതിന്റെ ശരി. ലുക്ക് ഹിയർ, ഇവിടെ നോക്കൂ. അടുത്തത് ആ മീറ്റിംഗിൽ ആദ്യത്തെ അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. ഇത് നമുക്ക് വീണ്ടും തുടരും. അടുത്ത ക്ലാസ് നമുക്ക് ഇനി ബാലൻസ് പറയാം. അപ്പോ ഇവിടെ നമ്മൾ പറയുന്നു ആദിത്യയുടെ ആ 5 സുഹൃത്തുക്കളില് ഒരു സുഹൃത്തിനോട് പറയുക, എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ അയാളോട് പറയുന്നത്, നിങ്ങളുടെ സുഹൃത്തുക്കളോട് നല്ല രീതിയിൽ പെരുമാറുക. നിങ്ങളുടെ സുഹൃത്തുക്കളോട് നല്ല രീതിയിൽ ഒരാളോട് ഉപദേശിക്കണം. നമ്മുടെ ഈ പരിപാടി വിജയിക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി നിങ്ങളുടെ സുഹൃത്തുക്കളോട് നല്ല രീതിയിൽ പെരുമാറുക. അത് നമ്മളൊന്ന് ഇംഗ്ലീഷിൽ പറയുക. നിങ്ങളുടെ സുഹൃത്തുക്കളോട് നല്ല രീതിയിൽ പെരുമാറുക. Behave yourself when you are with your friends. ഓക്കെ, വെരി ഗുഡ്. ഞാൻ ഇത് പറയുമ്പോൾ എപ്പോഴും നമ്മൾ കാര്യം മനസ്സിലാവേണ്ട, ഏറ്റവും ചുരുക്കി പരത്തി പറയാതെ ഒതുക്കി പറയണം, ചുരുക്കി പറയണം. അതിന് ശ്രമിച്ചോ. നമ്മൾ വോക്കലിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ ദേവിക, പറഞ്ഞോളൂ. Good behave. ഗുഡ് ബിഹേവ്. യെസ്. ഓക്കെ. സ്മിത പറഞ്ഞോളൂ. Friendship. കീപ് ഫ്രണ്ട്ഷിപ്പ്, സൗഹൃദമായിരിക്കുക. ഓക്കെ. ഏതാണ്ടൊക്കെ ഒരുപാട് ഐഡിയ ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് കുറച്ചുകൂടി ഒന്ന് നല്ല ഒരു ലാംഗ്വേജിൽ പറയുമ്പോൾ ബി നൈസ്, NIC, നൈസ്. ദാറ്റ് മീൻസ് ബി ഗുഡ്, ബി പൊളൈറ്റ് എന്നുള്ള അർത്ഥം. ബി നൈസ് ടു യുവർ ഫ്രണ്ട്സ്. ബി നൈസ് ടു യുവർ ഫ്രണ്ട്സ്. നിങ്ങളുടെ സുഹൃത്തുക്കളോട് വളരെ നൈസ് ആയിരിക്കും. ദാറ്റ് മീൻസ് നന്നായിട്ട് വരും. ബി നൈസ് ടു യുവർ ഫ്രണ്ട്സ്. ഓക്കെ. അപ്പൊ നമ്മള് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ സൂചിപ്പിച്ചത്. ഓക്കെ. എവിടെയെങ്കിലും ഒക്കെ വീട്ടിലൊക്കെ ഇത് വേണ്ടി വന്ന സമയത്ത് നിങ്ങൾ എന്ത് രീതിയിലൊക്കെ ഓരോന്നെടുത്ത് അങ്ങനെ ഉപയോഗിക്കും. അപ്പൊ നിങ്ങൾ മനസ്സിലത് ഹോൾഡ്. അത് ഓരോന്നും നല്ല കറക്റ്റ് ആയിട്ട് എല്ലാവരും പറഞ്ഞിട്ട് എന്റെ കൈ പിടിക്കുക എന്നുള്ളതിന് ഹോൾഡ് മൈ ഹാൻഡ്, അത് കറക്റ്റ് ആണ്, കൃത്യമാണ്. വെരി ഗുഡ്. യെസ്. അപ്പോ നമ്മൾ ഇന്ന് ടെൻസുകളെ കുറിച്ച് നോക്കി. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നോക്കിയത് ഇംഗ്ലീഷിലുള്ള ഈ ചെറിയ വാക്കുകളെ കുറിച്ച് നമ്മൾ നോക്കി. ഇനി നമുക്ക് ആ വൊക്കാബുലറി ടെസ്റ്റിലെ ഒരു കാര്യം നമുക്ക് നോക്കാം. യെസ്. അപ്പൊ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ എല്ലാനും ഫസ്റ്റ് ലെറ്റർ ടിയും രണ്ടാമത്തെ ലെറ്റർ ടി, ടേബിൾ ടി, രണ്ടാമത്തെ ലെറ്റർ R ആണ്, റെഡ് എന്നുള്ളതിന്റെ R. ഓക്കെ, ടി ആൻഡ് R. അപ്പൊ ടിയിലും ആറിലും തുടങ്ങുന്നതായിരിക്കണം നമ്മുടെ ആൻസർ എന്നുള്ള കാര്യം നിങ്ങൾ നോക്കിയിരിക്കുക. അതിന്റെ റേഞ്ചിൽ നിന്നുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുക. ഓക്കെ, വെരി ഗുഡ്. യെസ്. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്. എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ്. EXCHANGE, എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ്. അതൊരു മീനിങ് ആണ് പറഞ്ഞത്. അതിന്റെ വൺ വേർഡ് എന്തായിരിക്കും? ടി ആയിരിക്കണം ഫസ്റ്റ് ലെറ്റർ, രണ്ടാമത്തെ ലെറ്റർ R ആയിരിക്കും. എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ്. ഒന്നുകൂടി. ഓക്കെ ആദിത്യ, കറക്റ്റ് ആൻസർ. ആദിത്യ, യെസ്, ദാറ്റ് ഈസ് കോൾഡ് ട്രേഡ്, കച്ചവടം. കച്ചവടത്തിനെയാണ് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ്. നമ്മൾ ബാർട്ടർ എക്കോണമി പറയാറില്ലേ? ഡയറക്റ്റ് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ഫോർ ഗുഡ്സ് ഈസ് കോൾഡ് ബാർട്ടർ സിസ്റ്റം. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പാരലൽ ലൈൻസ് on which a train runs. Parallel lines on which a train
runs. Parallel lines on which a train runs. R-U-N-S, runs. T ആരംഭിക്കണം. രണ്ടാമത്തെ ഓട്ടോമാറ്റിക്കായിട്ട് R വരും. നിങ്ങൾ റെയിൽവേ സ്റ്റേഷൻ നിൽക്കുന്നതായിട്ട് ചിന്തിക്കും. അപ്പൊ കറക്റ്റ് ആയിട്ട് ഉത്തരം കിട്ടും. ഓക്കെ. ആദിത്യ, സ്മിത. സ്മിത, ദേവിക. സ്മിത, ദേവിക. അപ്പൊ ആദിത്യ ഉണ്ട്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ? ട്രാക്ക്. ട്രാക്കാണ്. ട്രാക്ക്. TRACK. ട്രാക്ക്. യെസ്. അടുത്തത് നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾ വളരെ ബുദ്ധിമതികളാണ് ഞാൻ സങ്കല്പിക്കുന്നത് കേട്ടോ. Another word for windpipe. WIND. Windpipe. Windpipe-ന്റെ വേറൊരു പേര്. Another word for windpipe. ടിയിൽ ആരംഭിക്കുന്ന സംഗതി. Wind pipe. Wind. 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 Pipe. 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 Another word for wind pipe. Another word for wind pipe. Yes. പലരും പറയാത്തതുകൊണ്ട് ഞാൻ തന്നെ പറയാം. അതിനെ ട്രാക്കി എന്നാ പറയുന്നത്. TRACHEA. കേട്ടോ. അപ്പൊ അതുപോലെ യെസ്, ഞാൻ വിചാരിച്ചത് നിങ്ങൾ അത് പറയുമെന്ന്. അടുത്ത ക്വസ്റ്റ്യൻ. എ ടെറിബിൾ. TERRIBLE. A terrible that causes CAUSES. That causes sadness. A terrible that causes CAUSES. Causes sadness. SADNESS. A terrible that causes sadness. A terrible that causes sadness. Very good, Aditya. Correct. That is what is called tragedy. അതിനെയാണ് നമ്മളെന്ത് പറയുന്നത്? ദുഃഖമുളവാക്കുന്ന, സങ്കടമുളവാക്കുന്ന കാരണം. അതിനെയാണ് നമ്മളെന്താ പറയുന്നത്? ട്രാജഡി. Is a correct answer. Okay. Devika, is a correct answer. Okay. Correct. Tragedy. അടുത്തത് ചോദ്യം ഇത്തിരി ലെങ്താണ്, പക്ഷെ ഉത്തരം സിമ്പിൾ ആണ്. വാക്കിംഗ്. WALKING. വാക്കിംഗ് വിത്ത് ഹെവി സ്റ്റെപ്സ്. Walking with heavy steps. Crushing. CRUSHING. Crushing everything on the ground. Walking with heavy steps. Crushing everything on the ground. Walking with heavy steps. Crushing. CRUSHING. Crushing everything on the ground.
അത് വേറെ സംഗതിയാണ് ആദിത്യ. അത് മെഷീനാണ്. അതല്ല ഒരു ആനയോ അങ്ങനെയൊക്കെയുള്ള സംഗതി ഇങ്ങനെ ചതച്ച് അരച്ചിട്ട് അങ്ങോട്ട് പോകില്ലേ, അങ്ങനെയുള്ള സംഗതി. അതിനെ പറയുന്ന പേര്, അങ്ങനെ സ്റ്റെപ്പ് വെക്കുന്നതിനെ പറയുന്നൊരു പേരുണ്ട്. ഓക്കെ, ഞാനിതിൽ പറയാം. ഇതിൽ പറയുന്ന പേരാണ് ട്രാമ്പ്. TRAMP, ട്രാമ്പ് എന്ന് പറയാം. അല്ലെങ്കിൽ ട്രാമ്പിൾ, TRAMPLE, ട്രാമ്പിൾ. ഓക്കെ ഓക്കെ ഓക്കെ. അടുത്തത് എ ടെമ്പററി മെന്റൽ കണ്ടീഷൻ. ഓക്കെ, a temporary mental condition in which someone is not in the control of themselves. A temporary mental condition in which someone is not in the control of themselves. A temporary mental condition in which someone is not in the control of themselves. Oh, very good, Aditya. Very good, very good, very good. Yes, ഞാൻ വിചാരിച്ചില്ല പറയുന്നത്. Yes, very good. The answer is trance. TRANCE. Very good, very good, very good. Next question. An object, OBJECT, an object which allows, ALLOWS, an object which allows light to pass through it completely. An object which allows the light to pass through it completely. An object which allows light, LIGHT, light to pass through it completely. Physics ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്തൊക്കെ okay, Aditya is a correct answer. The answer is transparent. Okay, is a correct answer. The answer is transparent. There we go. You are also correct. Transparent. Okay, 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 okay. അടുത്തത് a place, PLACE, a place where, 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 a place where a king stores, STORES, stores his wealth. A place where a king stores, stores his wealth, WEALTH, wealth. A place where the king stores his wealth. Very good, Aditya. Correct answer. Okay, Smita. Okay. Okay, there we go. Correct ആണ്. ട്രഷറി ആണ്, ട്രഷറി. ട്രഷറിയിലാണ് നമ്മൾ പലതും സൂക്ഷിക്കുന്നത്. ഇപ്പൊ നമുക്ക് ട്രഷറി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് അല്ലേ, ട്രഷറി. അവിടെ നമുക്ക് പലതും സൂക്ഷിക്കാം. സൂക്ഷിക്കാൻ കൂടുതൽ സൂക്ഷിക്കും. സർക്കാർ സംവിധാനങ്ങൾ അത് മാത്രമേ ഉള്ളൂ. അപ്പോ നമ്മൾ ഖജനാവ് എന്ന് പറയുന്നതിന്റെ വേറെ വേർഡാണ് ട്രഷറി എന്ന് പറയുന്നതിന്റെ വേർഡ്. അതിൽ നിന്നാണ് നമ്മളിപ്പോ ഒരു മീറ്റിംഗ് ഒക്കെ നടത്തുമ്പോൾ അതിൻ്റെ അകത്തൊരു പ്രസിഡന്റ് ഉണ്ടാവും, സെക്രട്ടറി ഉണ്ടാവും, പിന്നെ ഒരു ഖജാൻജി ഉണ്ടാവും പൈസ സൂക്ഷിക്കാൻ. ആ ഖജാൻജിനെ പറയുന്ന പേരെന്താണ്? ഇംഗ്ലീഷിൽ പറയുന്ന പേര് ഖജാൻജിയുടെ ഇംഗ്ലീഷ് എന്താണ്?
ആർക്കെങ്കിലും പറയാമോ? ആ ഗജാഞ്ജൻ ഇംഗ്ലീഷിന്റെ പേരാണ് ട്രഷറർ. അത് ഈ ട്രഷറി എന്ന് പറയുന്ന വാക്കിൽ നിന്ന് തന്നെയാണ് ആ വാക്കും പറയുക. ദാറ്റ് ഇസ് കോൾഡ് ട്രഷറർ. ഓക്കെ ഓക്കെ. അടുത്തത് ഞാനൊരു മീനിങ് ആണ് പറയുന്നത്, നിങ്ങൾ എന്റെ കൺവേർട്ട് പറഞ്ഞാൽ മതി. സ്ലൈറ്റ്, SLIGHT, സ്ലൈറ്റ്. Slight shaking or rumbling, RUMBLING. Slight shaking or rumbling. അതിൻ്റെ ഒരു വൺ വേർഡ്. സ്ലൈറ്റ് ആയിട്ടുള്ള ഷേക്കിംഗ് ഓർ റംബ്ലിംഗ്. Slight shaking or rumbling, RUMBLING, rumbling. ഓക്കെ. അപ്പോ ഉത്തരം വരാൻ ഇല്ലാത്തതുകൊണ്ട് ഇത് വേണ്ട ആദിത്യ, ഞാൻ ഉത്തരം പറയുന്നു. ട്രമർ എന്നാണ്, TREMOR. അടുത്ത ക്വസ്റ്റ്യൻ കിടക്കുകയാണ്. എ 3-legged, LEGGED, a 3-legged object which supports SUPPORTS, which supports a camera or a telescope. A 3-legged object which supports a camera or a telescope. അത് നിങ്ങൾ കണ്ടു കാണും വല്ല കല്യാണത്തിന്റെ പരിപാടിക്ക് ഒക്കെ പോയി കഴിയുമ്പോൾ. ആ ഓക്കെ ആദിത്യ, ഇറ്റ്സ് എ കറക്റ്റ് ആൻസർ. ദാറ്റ് ഈസ് വാട്ട് ഇസ് കോൾഡ് ട്രൈപോഡ്. ട്രൈപോഡ്, യെസ്, കറക്റ്റ് കറക്റ്റ് കറക്റ്റ്. ആ ഓക്കെ സ്മിത, യു ആർ ആൾസോ റൈറ്റ്, ട്രൈപോഡ്. യെസ്. അടുത്ത ഒരു ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. എ ജോമെട്രിക്കൽ ഷേപ്പ്, എ ജോമെട്രിക്കൽ shape, SHAP. A geometrical shape. Okay Aditya, Smita, correct answer ആണ്. Devika is also correct answer. That is what is called triangle. Last ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. ചോദ്യം ഇതാണ്. Something on wheels, something on wheels, WHEELS, something on wheels which is used to move things, which is used to move things, MOV. Something on wheels, 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 which is used to move, MOVE, move things, THINGS. ഈ സംഗതി ഒരു പക്ഷേ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാവും. യെസ്, കറക്റ്റ് ആൻസർ. ആൻസർ ഇസ് റോളിംഗ്. ദേവിക ആൻഡ് ആദിത്യ കറക്റ്റ്. യെസ്. അപ്പോ ചോദ്യങ്ങൾ അവസാനിച്ചിരിക്കുകയാണ്. യെസ്. അപ്പോൾ നിങ്ങൾ ടിയിലും ആറിലും തുടങ്ങുന്ന മനോഹരമായിട്ടുള്ള ഉത്തരങ്ങൾ നിങ്ങൾ പറഞ്ഞു. അപ്പൊ നമുക്ക് പറയാം. സ്മിതയ്ക്ക് 4 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. ദേവികയ്ക്ക് 6 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. ആദിത്യക്ക് 9 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. 9 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, യെസ്. അപ്പോൾ ഇതിൽ കൂടി നിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ പറഞ്ഞുകൊണ്ട് യെസ്, നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. നമുക്ക് ആളുകൾ കുറഞ്ഞെന്ന് വെച്ചൊന്നും പേടിക്കുന്നുണ്ട്. ആരെങ്കിലും ഉണ്ടായാലും ഒരാളുണ്ടായാലും ഐ ആം വെരി ഹാപ്പി. യെസ്, നോ പ്രോബ്ലം.
യെസ്, ഞാൻ ഇപ്പോഴൊന്ന് കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് പോവാനുള്ളവരൊക്കെ പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. യെസ്, ഓക്കെ, വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, Thank you, sir. യെസ്.